Watch full episodes on Jio Hotstar. ഇത് പണ്ടെങ്ങാണ്ടോ നടന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ എന്റെ അടുത്ത് ഒരു വേർവൂൾഫ് എത്തി. ആദ്യം അവൻ ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷം അവൻ ഒരു വേർവൂൾഫായി മാറി. എന്നിട്ട് അതെന്നെ അറ്റാക്ക് ചെയ്തു. വേർവൂൾഫ് അറ്റാക്ക് ചെയ്തെന്നോ? പിന്നെന്താ സംഭവിച്ചേ? അത് ഞാൻ പറഞ്ഞു തരാം. അവൻ ദേഷ്യത്തിൽ പല്ല് കടിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം കാരണം അവന്റെ കണ്ണുകൾ ചുവന്നു പോയിരുന്നു. അവൻ എന്നെ ദേഷ്യത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ഭയങ്കരനായ വേർവൂൾഫ് എന്റെ മേലേക്ക് എടുത്ത് ചാടി. ഞാൻ അവനോട് പറഞ്ഞു സ്റ്റോപ്പ്. എന്നിട്ട് ഞാൻ അവനെ എന്റെ മാജിക്കൽ ബോക്സിനകത്ത് ബന്ധിച്ചു. അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ എത്ര നോക്കിയിട്ടും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാന്ത്രികനാണ്, മായജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. എന്റെ പേരാണ് ഷാക്കാർ. അപ്പോൾ അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കാതെ ജീവനെ കൊണ്ട് ഓടിപ്പോയി. ജീവനെ കൊണ്ട് ഓടിപ്പോയി. അല്ല, എന്ത് തമാശയാ പറഞ്ഞത്? എന്ത് കേട്ടിട്ടാ ഇവരിങ്ങനെ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? പറഞ്ഞത് തമാശയൊന്നുമല്ല, സത്യമായിരുന്നു നടന്ന സംഭവമാ. ഇവരെല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കുകയാണോ? ആരും എന്നെ കളിയാക്കരുത്, പറഞ്ഞേക്കാം. കളിയാക്കിയാൽ നിങ്ങൾ രണ്ടുപേരെയും വേർവൂൾഫാക്കി മാറ്റിക്കളയും. അമ്മാവ, നിങ്ങൾ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ചിരി വരത്തില്ലേ? ഞങ്ങളെ വേർവൂൾഫാക്കുന്നതിന് പകരം ആ രുദ്രയെ വേർവൂൾഫാക്കൂന്നേ. പിന്നെ നിങ്ങൾ വേറെ ലെവലായിരിക്കും. രുദ്രയുടെ ശല്യവും ഉണ്ടാവില്ല. അത് നിസാരമല്ലേ? ഈ രുദ്രയെ വേർവൂൾഫാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു മജീഷ്യൻ വേർവൂൾഫ് എന്റെ കൂട്ടുകാരനായിട്ട് എനിക്കുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ അവനോടത് ചെയ്യാൻ പറയാം. ആ സംഗീതം അവിടുന്നാണ് കേൾക്കുന്നത്. ആരെങ്ങനെ വായിക്കുന്നേ? ആരെയും കാണുന്നില്ലല്ലോ. അതെ, അവിടുന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. അങ്ങോട്ട് നോക്ക്, അവിടെ ആരോ ഉണ്ട്.
എന്റെ ജോലി തീർന്നു. താങ്ക് യു രുദ്ര. നീ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ രക്ഷിച്ചു. പക്ഷെ ഈ വെയർവൂൾഫ് എവിടെന്നാ വന്നിരിക്കുന്നേ? രുദ്ര, ഇതെന്തു പറ്റി? നിന്റെ കയ്യിലൊരു മുറിവുണ്ട്. അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ലെന്നേ. വെയർവുൾഫിന് നഖം കൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായെന്നേ ഉള്ളൂ. അത് വിടുന്നത് ശരിയാക്കിയോളും. ഞാൻ അവന്റെ ശരീരത്ത് ഒരു സ്ക്രാച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി നോക്കിക്കോ, രാത്രി സമയത്താകുമ്പോ ചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു വരുമ്പോ അവനും വെയർവുൾഫായി മാറിത്തീരും. എന്നേക്കുമായി അങ്ങനെ ആക്കി മാറ്റുമോ? എന്നേക്കുമായി ആകാൻ പറ്റില്ല. രാത്രി മാത്രം വെയർവുൾഫായി മാറിയേക്കും. നേരം പുലരുമ്പോ അവൻ നോർമലായി മാറും. പക്ഷെ അവനെ പെർമനന്റ് ആയി അങ്ങനെ മാറ്റണമെങ്കിൽ അവനെ അടുത്ത 24 മണിക്കൂർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടച്ചു വെക്ക്. അവൻ സൂര്യപ്രകാശം കാണാൻ പാടില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ കാര്യമാണ്. രാത്രി സമയത്ത് അവൻ വേർവൂൾഫായി മാറട്ടെ. ആ സമയത്ത് അവനെ എവിടെയെങ്കിലും വെച്ച് ബന്ധിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സൂക്ഷിക്കണം. ഇവിടെ ഒരു വെയർവുൾഫും വരാൻ പാടില്ല. ആരെങ്കിലും ഫ്ലൂട്ട് വായിച്ചാൽ അങ്ങോട്ടും ആരും പോകാൻ പാടില്ല. എന്തു പറ്റി രുദ്ര? രുദ്ര, ഓടിക്കോ. അവന്റെ ശരീരത്ത് വെയർവൂൾഫിന്റെ നഖം കൊണ്ടൊരു മുറിവുണ്ടായില്ലേ? അത് കാരണം അവൻ ഇങ്ങനെ മാറിപ്പോയത്. ഓടിക്കോ. എല്ലാരും തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഇനി ഞാൻ നിന്നെ ഇവിടുന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകും. അടുത്ത 24 മണിക്കൂർ ഇരുട്ടായ സ്ഥലത്ത് വെച്ച് നിന്നെ ഞാൻ ബന്ധിച്ച് അകത്താക്കും. എന്നിട്ട് ഞാൻ അവിടെ അടച്ചു പൂട്ടും. നിന്നെ അടിമയാക്കി മാറ്റും ഞാൻ. നല്ല രസമായിരിക്കും അല്ലേ? മേഡം കാനുക്കൂ, രുദ്രയെ രക്ഷിക്കൂ. ആ ശാക്കാൽ അവനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് അറിയില്ല. അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മിസ്റ്റർ മത്തീഷ്യൻ, ഒന്ന് വേഗം ചെന്ന് പിടിക്കാൻ നോക്ക്. എങ്കിലേ അവനക്ക് എന്താ ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് ആലോചിക്കാൻ പറ്റുമോ? ശരി. അയ്യോ, എന്താ ഇത്? ഇതെന്റെ നേർക്കാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഓടിക്കോ. അയ്യോ വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാൻ പാവാണ്. അയ്യോ അയ്യോ, വേണ്ട. അയ്യോ, എന്തിനാ എന്നെ പുറകെ വരുന്നേ? എന്നെ വെറുതെ വിട്ടേക്ക്. ഇതെങ്ങാനും എന്നെ കടിച്ചാൽ ഞാൻ വേറൊരു വൂൾഫായി മാറും. ഓ, നീ തന്നെ ഈ കോട്ട് വെച്ചോളൂ, ഞാൻ പോട്ടെ. അയ്യോ, എന്നെ പുറകെ എങ്ങനെ വരല്ലേ? നീ എന്നോട് ക്ഷമിക്കേ. ദയവേത് എന്നോട് ക്ഷമിക്കേ. അയ്യോ, ഇതെന്നെ വേർവുൾഫാക്കി മാറ്റാതെ പോകുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ഞാൻ പാറ്റ് തന്നേക്കാം. പാറ്റ് ഞാൻ ഊരി തന്നേക്കാം. ഇവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുമെന്നാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് തന്നെ നല്ലത്. അയ്യോ, ഓടിക്കോ. വേഗം വാ മൈര, വരും.
നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, രുദ്ര അല്ല, രുദ്ര പഴയതുപോലെ ശരിയായി. ആ ഞാൻ രാത്രി മൊത്തം പുറത്തായിരുന്നോ? ഞങ്ങളും പുറത്തായിരുന്നു. നീ വേർവുൾഫ് ആയി പോയി. ആ എനിക്ക് മാറ്റമുണ്ടായിരുന്നു, എന്തോ മാറിയതുപോലെ. അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. അതെ രുദ്ര, നിനക്ക് ആരെയും അടയാളം കണ്ടെത്താൻ പറ്റിയില്ല. നീ ഷാക്കാലിന്റെ ഡ്രസ്സ് ഊരിയെടുത്തു. ആ, എന്താ ഈ പറയുന്നത്? രുദ്ര, നീ അകത്തേക്ക് വാ. ഞാൻ നിന്നെ ശരിക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. മിസ്റ്റർ മെക്ടീഷ്യൻ, ശരിയാക്കാൻ പറ്റുമോ? ഞാൻ ഇവന്റെ ബോഡിയിൽ എത്ര മാജിക്കൽ മരുന്നുണ്ടോ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി അവന്റെ ബോഡിയിൽ നിന്ന് ഗ്രീൻ റേസ് പുറത്തു വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൻ ശരിയായി എന്ന്. ഒരുപക്ഷെ ആ മരുന്ന് ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു വഴിയുണ്ട്, അത് ട്രൈ ചെയ്യാം. മാഡം കണുങ്കു, ഒരുപക്ഷെ ഞാൻ തിരിച്ചും വേർവുൾഫായിട്ട് മാറിയാലോ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാറി നിൽക്ക്. എനിക്ക് ആ വേർവുൾഫിനെ തേടി കണ്ടുപിടിക്കണം. അവനല്ലേ ഇതൊക്കെ ചെയ്തത്. ഷാക്കാളിനെയും തേടി കണ്ടുപിടിക്കണം. എന്നാ ശരി, ഞങ്ങൾ അല്പം മാറി നിൽക്കാം. ഓടിക്കോ, രക്ഷപ്പെട്ടോ, വേഗം പോട്. രക്ഷിക്കണേ. അല്ല, രുദ്രയെ കൂട്ടിക്കൊണ്ട് അവൻ എങ്ങോട്ടാ പോകുന്നേ? വാ, നമുക്ക് അവനെ ഫോളോ ചെയ്ത് ചെല്ലാം. അവൻ രുദ്രയെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയണം. ഷാക്കാൽ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു കഴിഞ്ഞു. 24 മണിക്കൂർ അവൻ പുറത്തു വരാതെ നോക്കണം. അങ്ങനെ 24 മണിക്കൂർ അവൻ പുറത്തു വന്നില്ലെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും നോർമലായി മാറാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, താങ്ക് യു വെരി മച്ച്. ഇനി നീ സുഖമായി പോയി വിശ്രമിച്ചോളൂ. ഞാൻ 24 മണിക്കൂർ ഇവിടെ നിന്ന് അനങ്ങുകയില്ല. കാരണം അവന്റെ കൂട്ടുകാരെ നമുക്ക് വിശ്വസിക്കാനാവില്ല. അവരെപ്പോഴാണ് വന്ന് തുറന്നു വിടുകയെന്നും അറിയില്ല. അത് ശരി, അപ്പൊ അതാണല്ലേ നിന്റെ പ്ലാന്? ഇപ്പൊ നിന്നെ ശരിയാക്കി തരാം. നീ ചെല്ലു കൂട്ടുകാരാ, ചെന്ന് അവനെ ഒരു പാഠം പഠിപ്പിക്കും. അയ്യോ, അയ്യോ, ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. എങ്ങോട്ടാ നീ കയറുന്നേ? ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. എങ്ങോട്ടേ കയറുന്നേ? ഇറങ്ങി എന്റെ പാടിയത് കയറിയോ? അയ്യോ, ഇതെന്താ ഇത്? ഇന്നത്തെ എന്റെ ദിവസം വളരെ മോശമാണെന്ന് തോന്നുന്നു. രുദ്ര, 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 നീ ഇതെവിടെയാ? രുദ്ര, ഞങ്ങളിപ്പോ നിന്നെ കാണാൻ വന്നിരിക്കാ.
മയൂര ഒന്ന് വേഗം സ്പീഡ് കൂട്ട്. രുദ്ര നമ്മളെ ചാടി വേഗം കഴിച്ചാൽ നമ്മളും വേർവുൾഫ് ആയി പോകും. ചേട്ടാ ഇതിപ്പോ ഡെഡ് എൻഡ് ആണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ മയൂര? രുദ്ര രുദ്ര പ്ലീസ്, രുദ്ര പ്ലീസ്, ഞങ്ങൾ നിന്നെ രക്ഷിക്കാനാ ഇവിടെ വന്നത്. തീർച്ചയായും ആ എലികളെയൊക്കെ വിട്ടതിന്റെ പുറകിൽ ആ രുദ്രയുടെ കൂട്ടുകാരുടെ കൈകളായിരിക്കും. അവരിവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടായിരിക്കും. എന്റെ സംശയം ശരി തന്നെയാണ്. അവന്റെ കൂട്ടുകാരെയും അവരോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ അകത്താക്കിയേക്കാം. അയ്യോ, നീ 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 എങ്ങനെയാണ് ഇത്രയും വലിയ രുദ്രയായി മാറിയത്? നിന്നെ വളരെ ചെറുതായിട്ടല്ല ഞാൻ അകത്തേക്ക് അടച്ചത്. നീ എന്താണ് വിചാരിച്ചത്? നിനക്കെന്നെ 24 മണിക്കൂറും അറസ്റ്റ് ചെയ്ത് വെക്കാമെന്നാണോ? എന്റെ കൂട്ടുകാർ ഇവിടെ ഉള്ളപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചത്? നീ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്? മിസ്റ്റർ മെഗ്നീഷ്യൻ, നിന്റെ മരുന്നുകളോടൊപ്പം രുദ്രയെ ശരിയാക്കാൻ വേറൊരു വഴിയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവൻ നോർമലായി മാറിയാലോ? രുദ്ര ഞങ്ങളൊന്നും ചെയ്യല്ലേ. മയൂര വരുൺ, ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഫ്രണ്ട്സ് ആണ്. രുദ്ര ഇത് കണ്ടോ, നിനക്ക് ഇഷ്ടമുള്ള ആഹാരം. രുദ്ര നീ നോർമലായി മാറിയേക്ക്. ഓർമ്മിച്ചു നോക്ക്, ഞാൻ മൈര, ഇത് വരുൺ. നമ്മുടെ വീട്ടിൽ രംഗീലയും ഉണ്ട്, മുത്തശ്ശൻ, ചിൻലി. ഒന്ന് ഓർമ്മിക്കൂ രുദ്ര, നല്ലോണം ഓർമ്മിക്ക്. സൺ സിറ്റി, കാൾ സിറ്റി, ഷാക്കാൾ. ഓർമ്മിച്ചു നോക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ചു പറക്കുന്ന മൈര വരുൺ? എനിക്ക് നിങ്ങളെ എപ്പോഴെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമോ? രുദ്രയ്ക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമായി. അതെ, പക്ഷെ എനിക്ക് നിങ്ങളെ അടയാളം കണ്ടെത്താൻ പറ്റി, സംസാരിക്കാനും പറ്റി. എനിക്ക് ഓർമ്മയുണ്ട്. മിസ്റ്റർ മഗ്നീഷ്യൻ എനിക്ക് കുറച്ച് മരുന്നുകളൊക്കെ തന്ന്. ഒരുപക്ഷെ അതിന്റെ എഫക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ട്. അതോ ആഹാരം? ഷാക്കാൾ പുറത്തുണ്ട്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ അവൻ അറസ്റ്റ് ചെയ്തതാ. വരൂ നമുക്ക് പുറത്തേക്ക് പോവാം. ഇന്ന് ആ ഷാക്കാളിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാണേ. അവന്റെ അടുത്തേക്ക് പോവുക. അതെ, നീ എന്നോട് എന്താ ഈ ചെയ്തത്? നീ നിന്റെ നഖം വെച്ച് എന്റെ ശരീരത്തിൽ മാന്തിയോ? അപ്പൊ ഞാനും നിന്നെ പോലൊരു വെയർവൂൾഫായി മാറിപ്പോകുമോ? ദാ അങ്ങോട്ട് നോക്ക്, അവരവിടെയുണ്ട്. രുദ്ര, രുദ്ര നോർമലായി മാറിക്കൊണ്ടിരിക്കുക. രുദ്ര 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 രുദ്ര
രുദ്ര, നമ്മൾ തമ്മിൽ ഒരു വിരോധവുമില്ല. ഷാക്കാൽ എന്നോട് സഹായം ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തേ. ഇപ്പാൻ കരയുകയാണ്, അതുകൊണ്ട് ഞാൻ ഇവനെ ശരിയാക്കിയേ പറ്റൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.